പല കലകളുടെയും അതുപോലെ തന്നെ ഒരു പ്രതിഭ, ഒരു ഒറിജിനൽ തിങ്കിങ്സ് ഒക്കെ ഉള്ള ആളാണ്. നിങ്ങൾക്ക് അധികം പരിചയം ഉണ്ടാവില്ല. അത് നിമിഷ കവിയാണ്. വളരെ ഉടനെ തന്നെ രചിച്ച് പറയാനുള്ള എല്ലാം കൊണ്ട് അനുഗ്രഹീതനായ ഒരു കലാകാരനും കൂടിയാണ്. ആരോഗ്യം നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാം പറയുന്നത്. അത് അംഗീകരിക്കുന്നു. ഇപ്പൊ പറയാനുള്ള വീട്ടുകളെ പാട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും പരിചയപ്പെടുത്തിയിട്ട് ചെറിയ ഒരു 3-4 ആൾക്കാരെ ക്ലാസ്സിൽ തന്നെ അപ്പൊ കുറ്റമേരം വിളിച്ചിട്ട് അതിനനുസരിച്ചിട്ട് ചിലര് പാട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ടേ പാടാം. ആദ്യമായിട്ട് ഞങ്ങളുടെ ക്ലാസ് റെപ്രസെന്റേറ്റീവ് മറ്റേ മഞ്ഞളി, അനീഷ് മഞ്ഞളി, പള്ളിക്കുന്ന് വീട്, അതിനെ ചെറിയൊരു പാട്ട്. പള്ളിക്കുന്നിലെ മച്ചാനേ മച്ചാനേ മച്ചാനേ, അമ്പല്ലൂരിലെ മുത്താനേ മുത്താനേ മുത്താനേ, പൈനലക്കിന് ചങ്കാനേ ചങ്കാനേ ചങ്കാനേ, ഓളിലെ മുഴുവൻ സ്വത്താനേ സ്വത്താനേ സ്വത്താനേ, നാട്ടിൽ ഇവ മഞ്ഞളി, റോട്ടിൽ ഇവ മഞ്ഞളി, ബാറിൽ ഇവ മഞ്ഞളി. ഞാനിപ്പോ അങ്ങനെ പാട്ട് പറഞ്ഞത് വിഷമിക്കരുത്, അതിനെ കൊണ്ടുവരാനും വിഷമിക്കരുത്. അടുത്തത് ഞങ്ങൾ ടൂർ പോയപ്പോ ജോസാനൊരു പേരിട്ടു, തങ്കത്തിന് രാജാവ്. ഞങ്ങള് തേടലക്കുന്ന രാജാവ് എന്നാണ് തങ്കത്തിന് വിളിക്കുന്നത്. ആളെ കുറിച്ച് പറയാനില്ല, ആളെ വീട് മരട്ടി ചെല്ലാണ്, ആദിവാസികൾ ഞങ്ങൾ വിളിക്കും. ആളെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കോമള തങ്കൻ നല്ല താമര കണ്ണൻ, മരോട്ടി ചാലില കൊണ്ടു വലിക്കണക്കിങ്ങാണ് നീ, ആമ്പല്ലൂരിൽ നീ നല്ല തങ്കരാമുണ്ണി, സെന്ററിൽ പോയി സ്മോൾ അടിക്കണൊക്കെ നാണു നീ, പെട്ടൊഴിച്ചാട്ടെ ചുണ്ടില്ല ചരടിച്ചാട്ടെ, കസറെ കസറടി സരി കമ തങ്കപ്പോ. പിന്നെ അടുത്തേക്ക് പറയുന്നത് നമ്മുടെ നിത്യഹരിത നായകൻ അനൂപ്. എല്ലാവർക്കും വരുന്നതാണോ? ആളെ കുറിച്ച് പറയാ, ഉണരോ വേഗം നീ നൂലുണ്ടേ വന്നു റാണിജി, സിരിലിന്റെ അഴകാം റാണിജി, റാണിജി റാണിജി റാണിജി, വന്നു ബാഡ് ബോയ് ബസ് ഇറങ്ങി കറുത്ത മുത്ത്, അവളുടെ പിന്നാലെ ഷുഗറിട്ട് വന്നു ഗായകൻ, ഓടിയുടെ പുരളി ഗായകൻ. അടുത്തത് മോത്ത് നിറച്ചിക്കുള്ള ഒരാളുണ്ട്, സുമേഷ് എന്നൊരാളുടെ പേര്. ഞങ്ങൾക്ക് ഒരു കൂട്ടം വിളിക്കും. ആളെ കുറിച്ച് പറയാൻ വെച്ചാൽ എണ്ണി കളിഞ്ഞക്കി പൊട്ടിച്ചോണ്ട് കുരുകുട്ടൻ തന്നോട് മുഖമിനക്കി, കാലും മുടന്നുള്ള കുതിര കുട്ടി പോകുമ്പോൾ കുരുകുട്ടി തന്നോട് നട തുടങ്ങി, തേടലയ്ക്ക് മുകളിൽ നിന്ന് കണ്ണരയ്ക്ക് കാണിക്കുന്ന കൊച്ചു പയ്യൻ കുരുകുട്ട. അതെ, നീ പിള്ളേരെ കുറിച്ചൊന്നും പറഞ്ഞില്ല വേണ്ട. സാരി എന്തൊരു പ്രതികരിക്കുന്നത് കല്യാണം വേണ്ടിയിട്ട് ജോസിന് എല്ലാരും കുറിച്ച് വേണം. നേരം വൈകല്ലേ പൊന്നുമോളെ ജോസിന, നീ ജോസിന ജോസിന, കാലത്തേക്ക് വീട്ടിലെ പണികൾ ചെയ്ത് അയൽപ്പക്കാരോട് വക്കണം കൂടി, പൗഡർ വാരിട്ട് മുടിയും ചെയ്യാതെ അമ്പഞ്ഞ സെന്ററിൽ വന്നെത്തി, ഹോളിയിൽ വരുമ്പോൾ വിളിച്ചു കാട്ടാൻ അവളുടെ കൂട്ടുകാരി അഞ്ചുണ്ട്, ദൂഷണ കുറ്റങ്ങളേറ്റുപാടാൻ 3 പേര് ലക്കിൽ വേറെയുണ്ട്, 5 പേര് ലക്കിൽ കൂടിയിരുന്ന് പരദൂഷണങ്ങൾ അഴിച്ചിട്ട് നിരക്കും നേരം അവരുടെ ഇടയിലേക്ക് ഓടിയെത്തുന്നു പീഡനത്തിൽ നായകൻ കുഞ്ഞാലി.
കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുമ്പോ കേരളത്തെ ഞങ്ങള് ഡ്രോയിങ് ക്ലാസിന്റെ ബോർഡിലേക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. പട്ടികളിൽ നിന്ന് വരുന്ന ബേസിൽ അന്വേഷിച്ച് വനിതാ കമ്മീഷൻ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോ എല്ലാരും കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ ആളെ കുറിച്ച് പറയട്ടെ. ആലിക്കുട്ടി ആലിക്കുട്ടി നീ ഒരു പീഡന പ്രതിയല്ലേ, പട്ടിക്കാടാ നീ ഒരു പെണ്ണായി ലവല്ലേ, ഫസ്റ്റ് സിവിലല്ലേ നിന്നെ സുന്ദരിക്കോന്നില്ലേ, പുഞ്ചിരി വാക്കുകൾ വീശിക്കൊണ്ടവൾ പിന്നിൽ പോകില്ലേ. അടുത്തതായി ഞങ്ങളുടെ പ്രിയപ്പെട്ട തത്തമ്മ എന്ന് പറയുമ്പോ തിജോ കൂടെ മിണ്ടാണെന്നോ. തത്തമ്മയെ കുറിച്ച് പറയാനെങ്കിൽ ഓ തത്തമ്മേ അഴകുള്ള തത്തമ്മേ ഇളം കയ്യിൽ ഹാൻസ് തിരുമ്പി വന്നതെന്തിനാണു നീ, ഓ തത്തമ്മേ അഴകുള്ള തത്തമ്മേ ഇളം കയ്യിൽ ഹാൻസ് തിരുമ്പി വന്നതെന്തിനാണു നീ. ഇത് ഡാൻസിനത്തെ പിന്നെ ലാസ്റ്റ് വെച്ച് തിരുമ്മിതാണ് ഞാൻ. ശരിക്കും ഉള്ള കാര്യങ്ങളൊന്നും കേട്ടാ, ഞാൻ വെറുതെ പാട്ടിനായിട്ട് ഉണ്ടാക്കിയാണ്. ഇനി ഞങ്ങളുടെ തമിഴിനെ കുറിച്ച് ഒരു പാട്ട് പാടാണ്ട്. അപ്പൊ ആൾക്കാർക്ക് തമിഴ് പാട്ട് തന്നെ നോക്കാം. അങ്ങോട്ട് പോണ്ട 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 ഇങ്ങോട്ട് പോകാം പെണ്ണാളെ, ഇങ്ങോട്ട് പോണ്ട 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 അങ്ങോട്ട് പോകാം തമിഴ്ചേട്ടാ, നിന്നോട് മിണ്ടി നിൽക്കാം നിന്നോട് ഒരു സൈമേട്ടം കാണാൻ ഇനി മൂലയിലേക്ക് മാറി നിൽക്കാം, ഇന്ന മൂല പോതുമാ എത്ര മെമ്പ വേണമാ, ഇന്ന മൂല പോതുമാ എത്ര മെമ്പ വേണമാ. என் மனதுல நீ கேருங்க, என் தமிழா என் கனவுல நீ எரிச்சிருக்க, என் தமிழா என் மனதுல நீ பிடிச்சிருக்க, விடடா நீ கையாளுகிற நீ கேருக்கிறே, என் தமிழா சாயங்களையும் வாரி எடுத்திருக்க, என் தமிழா கட்சி கொடுக்க இறங்கி வந்திருக்க, என் தமிழா நீ. നിന്നെ കണ്ട സന്തോഷത്തിൽ സിവിലിൻ മുപ്പത്തി ഇറങ്ങി വന്ന്, അവളെ കണ്ട സന്തോഷത്തിൽ തമിഴൻ രണ്ട് കരണം കുത്തി, എന്നോടെല്ലാം പഠിച്ചാൽ കർണത്തടി നിനക്ക് കിട്ടും, എന്നോട് പൾസറമ്മൽ കേറിക്കോടി നീ തൊഴിൽ ഇന്ന മൂല പോതുമാ വേണമാ. പിന്നെ ടീച്ചർമാരെ കുറിച്ചിട്ട് ചെറിയൊരു പാട്ടുണ്ടാക്കിട്ട് അതിന് രക്ഷമാർഗമില്ല. പറഞ്ഞേട്ടാ പറഞ്ഞേട്ടാ എന്നാലും കുഴപ്പമില്ല. പാമ്പല്ലൂരുള്ളൊരു ടിപിടിയിൽ അഡ്മിഷൻ കിട്ടാനായി ഓടി വന്നപ്പോൾ നമ്മളുടെ കാലന്ന് ചാടി, നമ്മളന്ന് മൊക്കത്തലകാരന്മാരുടെ രാജ്യത്തടി കൊടുത്തോണ്ട് ചക്ക വിടുകായെന്ന് തങ്ങി വേണം, അങ്ങോ ചക്കാതർക്കായെന്നെ തരിയും പറഞ്ഞു. പോളിയിൽ ആദ്യമായി കാലു വെച്ചോ, പച്ച കാലോണ്ടെന്നെ കിക്കടിച്ചോ, കിക്കടിച്ചോ. നമ്മളന്ന് കാൽക്കും നടത്തി, നമ്മളന്ന് ചുറ്റിത്തിരിയില്ലാത്തൊരു കാക്കാത്തിക്കാവിന്റെ കുടുംബത്തു കേറി നിറങ്ങി വന്നു, അവൾ പറക്കോട്ട കൊണ്ടു നിരത്തി വിട്ടു. മൊട്ടത്തല ക്ലാസ്സിലാദ്യം വന്നു, സാഹിത്യം ഭാഷ നിരത്തി വിട്ടു. ഭൗതിക ശാസ്ത്രം പിന്നെന്തോ രസമുള്ള തന്ത്രം, പിന്നെന്തോന്ന് മാക്സും മിഷനറിയും മെറ്റീരിയലും, പിന്നെ കുന്തം കൊണ്ടുള്ളൊരു കുത്തിക്കോറ രണ്ട് കഴിഞ്ഞുറക്കമായി സ്വപ്നവും കണ്ടു, ഉറക്കത്തിലൂറി ചിരിച്ചു. ആകെ ഞാനും വരുന്നുണ്ടൊരു കൊല്ലത്തിലെ ചാരൂക്കാത്തേരയിൽ നടന്നിട്ടിരിക്കുന്നൊരു പ്രിൻസിപ്പാള് അങ്ങോട്ടും പോയി. സെക്ഷന്റെ മുത്തായ ജോസൻ സാറ് പിരിച്ചു കയറ്റി വെച്ചു. പിള്ളേരു കണ്ടു
കംപ്ലൈന്റ് ഒന്ന് എഴുതി കൊടുത്തു. അങ്ങനെ പ്രിൻസിപ്പൽ റൂമിന്റെ പടിവാതിൽ ചെന്നിട്ട് മെമ്മോ വാങ്ങി അങ്ങ് കീച്ചെടുത്തു. പാവം മിണ്ടാതെ കുർസിയിൽ കുത്തിയിരുപ്പാൻ ക്യാമ്പസ് മാനേജർ വെട്ടത്താറ് നേരത്തെ വന്നങ്ങ് കുത്തിയിരുപ്പാൻ പൊടി മുഴുവൻ മന്മതയില് കെട്ടി നിരത്തി. അങ്ങനെ അക്രഡിറ്റേഷൻ മൊത്തായി വാങ്ങിയിട്ട് സഞ്ചിയിൽ തൂക്കി പുറത്തുവിട്ടു. പിന്നെ അടുത്തായിട്ട് പാടാണ് നമ്മുടെ പിയൂണ് സംഖ്യയുടെ കുറിച്ചാണ്. ആളെ എല്ലാത്തിലും ഓറ ആൾക്ക് 2.5 കുറഞ്ഞാൽ കുറഞ്ഞ ആളെ അതിപ്പോ പോളി കഴിഞ്ഞാൽ ഞാൻ കൊടുക്കും. പറഞ്ഞേക്കാം. അല്ല ഭയങ്കര ഭയങ്കര ആത്മഹത്യ ആൾക്ക്. എന്താ ടൈമൊന്നും ഇത്ര ആത്മഹത്യ ഇല്ല. ആൾക്ക് പ്രൊമോഷൻ കിട്ടാൻ പോണ പോലെ ആള് കുറിച്ച് പറയുന്നത് വേഷങ്ങൾ കെട്ടലുകൾ കെട്ടിയ വേഷമഴിക്കലുകൾ നാം അറിയാതെ ക്രിയ ചെയ്യും പിയൂണേട്ടൻ. പിയൂണെന്നൊരു വേഷം വാച്ച്മാനിൻ മറുവേഷം വേഷം കെട്ടെടുക്കുകയാണ് ഈ പിയൂണേട്ടൻ. പ്രിൻസിപ്പാൾ മൂളുമ്പോൾ പ്രൊമോഷൻ കിട്ടാനായി പിയൂണേട്ടനും ശ്രമിക്കുന്നുവോ. ആരോരും അറിയാതെ 8:30 കമ്പല്ലൂരിലും നിൽക്കുന്നുവോ. ഇതാണോ യൂണിഫോം, എവിടാണോ യൂണിഫോം എന്നരുളും പോലീൽ ഇപ്പിടി പോലീൽ ആരാണി അഭയം നീ പറയൂ, ആരാണി അഭയം നീ പറയൂ. പാട്ട് പാടുന്നത് കഴിഞ്ഞു. ഉണ്ടാക്കിക്കൊണ്ട് പാട്ട് കഴിഞ്ഞു. ഇന്നലെ പോയിട്ട് ഉണ്ടാക്കിയതാ. അത് ശരിയായിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇപ്പോ ഞങ്ങൾക്ക് അതിലേക്ക് പ്രവർത്തിച്ച ടീച്ചർമാർക്കും സാറന്മാർക്കും വേണ്ടി ഞങ്ങളെ പതിനാലിന്റെ പേര് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഫസ്റ്റ് ഇയേഴ്സിനും സെക്കൻഡ് ഇയേഴ്സിന് ഞങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. സെക്കൻഡ് ഇയേഴ്സിന് ഞങ്ങൾ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുള്ളോ അത് ഞങ്ങൾക്കറിയാം. ആ വൈരാഗ്യം ഉണ്ടാവും, ക്ഷമിക്കണം. അത് ഞങ്ങൾ അറിയില്ല. അതുകൊണ്ടാണ് താഴ്മോട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങളിപ്പോ എന്തായാലും പോവല്ലേ. ഞങ്ങൾ അറിവില്ല. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം എന്നാ നിർത്തുന്നത്.